ഈ ഈ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ പേരിൽ നേരത്തെ ഏതെല്ലാം വിധത്തിലുള്ള കേസുകളുണ്ട്. ഒരു സ്ത്രീയെ മുണ്ടുമുക്കി കാണിച്ച ബന്ധപ്പെട്ടൊരു കേസ് അയാളുടെ പേരിലുണ്ടായിരുന്നു. പോലീസ് ഇയാൾ അപകടകരമായി ഡ്രൈവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 2 കേസുകൾ നേരത്തെ അയാളുടെ പേരിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ചരിത്രം കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ അപകടകരമായി ഇവരുടെ വാഹനത്തെ ഇടിച്ച് തെറിപ്പിക്കാൻ പോകുന്ന വിധത്തിൽ ഡ്രൈവ് ചെയ്തപ്പോഴാണ് ആര്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം ചെയ്യലുണ്ടായത്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ലൈംഗിക ചേഷ്ട കാണിച്ച് ഇവരെ അപമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണമാണ്. ഇങ്ങനെ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ആളുകളെ എങ്ങനെയാണ് പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ടത്? അതിപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വനിതാ മാധ്യമപ്രവർത്തകരോട് അങ്ങനെ കാണിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ പ്രതികരണം മാത്രമാണ്. ഇങ്ങനെയുള്ള സാധാരണ പ്രതികരണത്തെ എത്രമാത്രം രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് പലരും ഉപയോഗപ്പെടുത്തുന്നത്. അതിന് ഒരുപറ്റം മാധ്യമങ്ങൾ കൂട്ടുവെക്കുകയാണ്. അതിൻ്റെ വസ്തുതകൾ ശരിയായ നിലയിൽ പുറത്തു കൊണ്ടുവരാനല്ല. ഇപ്പോൾ ആ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടുള്ള ആളെ ഒരു മഹാനായ ഒരാളായി ചിത്രീകരിക്കുകയാണ്. അയാളുടെ തുടർച്ചയായ ഇൻ്റർവ്യൂകളും മറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ വളരെ മോശപ്പെട്ട ഒരാളായി, അധികാരം ദുർവിനിയോഗം ചെയ്ത ഒരാളായിട്ട് ആര്യയെ ആ നിലയിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം? ഇന്നിപ്പോൾ ഒരുപറ്റം യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ തിരുവനന്തപുരത്ത് ബസ് തടഞ്ഞു നിർത്തിയിട്ട് ആര്യയുണ്ട് സൂക്ഷിക്കുക എന്ന പോസ്റ്റർ ബസ്സിൽ ഒട്ടിക്കുന്ന ചില വാർത്തകൾ കണ്ടു. എത്രമാത്രം അധമമായ കാര്യമാണത്! നമ്മുടെ ഒരു സഹോദരിയെ ഒരാൾ ഈ നിലയിൽ ലൈംഗികമായി അധിക്ഷേപം നടത്തിയാൽ അതിന് കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അതാരായിക്കഴിഞ്ഞാലും അത്തരം കാര്യങ്ങളോട് ഏറ്റവും ശരിയായ സത്യസന്ധമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതിന് പകരം ഇതിനകത്തൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുക, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹീനമായ പ്രചരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ നിലയിൽ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഈ കെഎസ്ആർടിസി ഡ്രൈവർ ഇങ്ങനെ ഈ സ്ത്രീകളെ അധിക്ഷേപിച്ച ഇതിനൊക്കെ കേസുള്ള ഒരാളെ അങ്ങനെ ഡ്രൈവറായി വന്നു എന്നുള്ളതും ചിന്തിക്കേണ്ടതല്ലേ? അതെല്ലാം സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അയാളെ പോലെയുള്ള ഒരാളെ എങ്ങനെ ഡ്രൈവറാക്കി വെച്ചു എന്നത് ഈ അന്വേഷണ ഭാഗമായി വരട്ടെ. ആയിരിക്കാം. അയാൾ അവിടെ നടത്തിയ ചില സംഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അവിടെ നടന്നത്. പക്ഷെ അത്തരം കാര്യങ്ങൾ നടന്നിട്ട് ഇത് CPM-ൻ്റെ ആളാണ്, ഇടതുപക്ഷത്തിൻ്റെ ആളാണ്, എന്നാൽ പിന്നെ ഇതൊരു കിട്ടിയ അവസരമായി കണ്ട് അവരെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന മനോഭാവത്തോടുകൂടിയാണ് ഒരുപറ്റം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഇടപെടുന്നത്. എന്താ ആര്യ അങ്ങനെ ചോദ്യം ചെയ്യാതെ എന്നാൽ പിന്നെ ഇതെല്ലാം കേട്ട് വീട്ടിലേക്ക് പോകണം എന്നാണോ? അങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതിപ്പോൾ നമ്മുടെ സഹോദരിയാണെങ്കിലും തെരുവിൽ ഈ നിലയിൽ ആക്രമിക്കപ്പെട്ടാൽ, ഈ നിലയിൽ അധിക്ഷേപത്തിന് ഇരയായാൽ ചോദ്യം ചെയ്യുന്ന നിലപാട് തന്നെ സ്വീകരിക്കണം. അത് മാധ്യമപ്രവർത്തകരായി കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള തെമ്മാടികളോടൊന്നും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ആവശ്യമില്ല.